വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങൾ എന്ന നോവൽ നാലപ്പാട്ട് നാരായണ മേനോൻ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയതിന്റെ ശതാബ്ദി ആചരണ സമ്മേളനം കായംകുളം ചേരാവള്ളി സർഗവേദി ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചു. സമ്മേളനം അധ്യാപകനും സാമൂഹിക പ്രവർത്തകനുമായ ബി ദിലീപൻ ഉദ്ഘാടനം ചെയ്തു. കായംകുളം ചേരാവള്ളി സർഗവേദി ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ വിശ്രുത ഗ്രന്ഥകാരൻ വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങൾ എന്ന നോവൽ നാലപ്പാട് നാരായണ മേനോൻ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയതിന്റെ ശതാബ്ദി ആചരണ സമ്മേളനം സംഘടിപ്പിച്ചു. ഗ്രന്ഥശാല പ്രസിഡന്റ് എൻ ഉദയകുമാറിന്റെ അധ്യക്ഷതയിൽ കൂടിയ സമ്മേളനം അധ്യാപകനും സാമൂഹ്യ പ്രവർത്തകനുമായ ബി ദിലീപൻ ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ഇന്ത്യയിൽ ജീവിച്ചിരുന്ന മഹാപ്രതിഭാശാലികളുടെ എല്ലാം മഹാത്മാഗാന്ധിയുടെ ഉൾപ്പെടെ അറിയണമെങ്കിൽ സായി എഴുതിയ പുസ്തകം വായിക്കണം. നമ്മുടെ നാട്ടുകാരികൾക്കകത്തെല്ലാം കള്ളവും കാപട്യവും എക്സാമിനേഷൻസുമാണ് വിശ്വസനീയമല്ല. അതാണ് എഡ്യൂനാളുകൊണ്ട് ലൈറ്റ് ഓഫ് ഏഷ്യയാണ് അദ്ദേഹം പൗരസ്ത്യ ദീപം എന്ന പേരിൽ എഴുതിയത്. ഇതൊരു ചരിത്ര പുസ്തകമാണെന്ന് ഓർമ്മിക്കണം. ഈ പുസ്തകം 1925 പുറത്തു വന്നതിന് ശേഷം ഇത് വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങൾ നേരത്തെ പറഞ്ഞ പട്ടിണി കിടക്കുന്നതിന്റെ മഹാസങ്കടങ്ങളെ കഥയാക്കിയതാണ്. വിശന്ന് കിടന്നിട്ടുള്ള ആളുകൾക്ക് മാത്രം ഈ പുസ്തകം ബൈബിള് പോലെ അനുഭവപ്പെടും. ഈ പുസ്തകം എന്തുകൊണ്ട് നമ്മൾ പരിഗണിക്കുന്നു? ലോകത്തിലെ ഏറ്റവും വലിയ ക്ലാസിക്കൽ എന്ന് പറയപ്പെടുന്ന വേറെ നോവലുകളുണ്ട്. ടോൾസ്റ്റോയുടെ വാർ ആൻഡ് പീസ് മോശം നോവലല്ല. ആ ജീവിതം, ആ കഠിനാധ്വാനം, ആ ബുദ്ധിമുട്ടുകൾ, ആ അനുഭവങ്ങളുടെ മുഴുവൻ തീക്ഷ്ണത ആ മനുഷ്യന്റെ രൂപത്തിനും ഭാവത്തിനും സ്വഭാവത്തിനുമുണ്ട്. അങ്ങനെ ബിഷപ്പിന്റെ മുറിയിൽ അന്ന് രാത്രി വെളുപ്പിനെ ഉറക്കത്തിൽ ഞെട്ടിയിണമെന്നാല് തലേ ദിവസം അവിടെ കത്തിച്ചു വെച്ച മെഴുകുതിരിക്കാലുകളും ആ സ്പൂണുകളും മോഷ്ടിച്ചുകൊണ്ട് പോകാൻ ആലോചിക്കുക. അത് ചെയ്യുന്നത് തെറ്റാണെന്നൊരു ചിന്ത ഉള്ളിലുണ്ട്. പക്ഷേ ആ മോഷ്ടിക്കാനുള്ള ഒരു വാസന, കാരണം 19 വർഷക്കാലത്തെ ജയിലിലെ അനുഭവത്തിൽ കുറ്റവാളികളോടൊപ്പമുള്ള ജീവിതത്തിലൂടെയൊക്കെ ആ മനുഷ്യന് സംഭവിച്ച മാറ്റം ആദ്യം ഒട്ടിമോഷ്ടിച്ചതുപോലല്ല. ഇത് അയാളുടെ ഒരു ആന്തരികമായ ഒരു ചോദനയിൽ നിന്ന് അദ്ദേഹം അത് എടുത്തുകൊണ്ട് പോവുകയാണ്. ബാനർ സാംസ്കാരിക സമിതി സംസ്ഥാന കമ്മിറ്റി അംഗം എൻ കെ ബിജു മുഖ്യപ്രഭാഷണം നടത്തി. അഡ്വക്കേറ്റ് ഒ ഹാരിസ്, ടി എം സുരേഷ് കുമാർ, സി എസ് ശശികുമാർ, എ ആർ ഹരികുമാർ, എസ് സുഭാഷ്, ലത അനിൽ എന്നിവർ സംസാരിച്ചു. സി ഡി നെറ്റ് ന്യൂസ്, കായംകുളം.